പാതിരാത്രി 1:20 ആവാൻ പോണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ നൈറ്റ് വിസിബിലിറ്റി. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗൈസ്, നമ്മളിതാ ഇപ്പോൾ സമയം പാതിരാത്രി 1:20 ആവാൻ പോണ്. അപ്പോഴാണ് വ്ളോഗ് എടുക്കാന്നുള്ള ചിന്തയിൽ ഞാനും ടെസ്സക്കുട്ടി ഇറങ്ങി. അല്ലേ ടെസ്സ? നമ്മളിതാണ് നമ്മൾ ടെസ്സ് ഗൈസ്. ഇപ്പോൾ ഗൈസ്, നമ്മളിനകത്ത് റീസെൻ്റായിട്ട് ഇപ്പം ഒരു ഫോഗ് ലൈറ്റിൽ നമ്മൾ LED കയറ്റിയായിരുന്നു. കൂളിങ് വർക്ക്സ് എല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാം പ്രോപ്പറായിട്ടുള്ള ചെയ്തേക്കുക. പിന്നെ നമ്മുടെ നിയമത്തിൻ്റെ വഴിക്ക് അത്ര നമ്മൾ പോകുന്നുള്ളൂ. ഇപ്പം 90 വാട്ട്സിൻ്റെ 2 LED ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. അല്ലേ ടെസ്സാ? അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ നൈറ്റ് വിസിബിലിറ്റി എന്ന്. ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ഫോഗ് മാത്രമായിട്ട് പിള്ളേർ ബ്രൈറ്റ്നസ് ആണത്. ഇതാണ് ഡാർക്ക്നെസ്. ഇതാണ് ഫോഗ് മാത്രം ഇട്ടപ്പോൾ ഇട്ടാണിത്. ഇത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ. പിന്നെ LED അടിച്ചു പോയാൽ ഇതിനകത്ത് നമ്മളൊരു മഞ്ഞ ഒരു ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കാണാൻ പറ്റുന്നല്ലേ? ആ ഒരു മഞ്ഞ ഫിലിമിൻ്റെയാണ് ഈ ഒരു മഞ്ഞ കളറിനകത്ത് ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ, ലൈറ്റിൻ്റെ ഒരു ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത് നമുക്ക്. വേറെ വണ്ടി പോകുന്നത് അറിയാൻ പറ്റും. ആ ഒരു കാറ് പോയപ്പം ഉള്ളതന്നെ വെട്ടത്തെക്കാട്ടി എന്തായാലും ഡിഫറൻറ്റ്. നല്ലൊരു ബ്രൈറ്റ്നസ്, അതിന് നല്ലൊരു ഔട്ട്പുട്ട് തരുന്നുണ്ട്. വേറൊരു വണ്ടി പാസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് കാണാൻ മനസ്സിലാവും. അല്ല, അതിൽ നിന്ന് നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ വ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഏലിയൻ്റെ ഒരു കാർ ഹാങ്ങിങ് പിടിച്ചിട്ടുണ്ട്. ഇത് അറൗണ്ട് ഒരു 550 റുപ്പീസ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ക്രിസ്റ്റലിൻ്റെ ഗിയർ നോബ് ഇത് ചെയ്തിട്ടുണ്ട്. വയലറ്റ് കളർ ഫിനിഷിംഗ് ആയിരുന്നു. അത്യാവശ്യം നല്ല ഗിയർ സ്മൂത്ത് ആയിട്ടുണ്ടല്ലോ. പിന്നെ ഒരു ചാർജർ മേടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ട ഈ ഒരു കാർബൺ ഫിനിഷ്, അത് എടുത്ത് പറയണം. നല്ല ഫിനിഷിങ്ങിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഒരു അതിൻ്റെ പാറ്റേൺ ആണെങ്കിലും നല്ലൊരു അടിപൊളി ഫിനിഷിലാണ് ഇത് ചെയ്തേക്കുന്നത്. സൈഡിലോട്ട് വരുമ്പോൾ നമുക്കൊരു ഗ്രിപ്പ് കണക്ക് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ സ്റ്റിക്കർ വെട്ടി ഒട്ടിച്ചതാണ്. നല്ലൊരു നമുക്ക് വളയ്ക്കാനൊക്കെ നല്ല ഈസിയാണ്. ഇച്ചിരി കൂടെ സ്മൂത്തായി ഒരു ഗ്രിപ്പും കൂടെ കിട്ടി. ഇതെന്ന് പറയുമ്പോൾ ഞാൻ തന്നെ സ്പോഞ്ച് വരുന്നുണ്ട്. പിടിക്കാൻ നല്ലൊരു സുഖമുണ്ട്. പിന്നെ സൈഡിൽ നമ്മളൊരു ബ്ലാക്ക് വിനയിൽ റാപ്പ് ചെയ്തിട്ടുണ്ട്. അതും വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ചെയ്താൽ. കണക്ക് അപ്പുറത്തെ സൈഡിലൊരു വിനയിൽ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ മുന്നേ ഇവിടെ ഒരു ടൂട്ടർ വെച്ചിട്ട് ഇളക്കിയിട്ട് ഒരു ഹോളുണ്ട്. അപ്പോൾ ഈ ഹോളൊക്കെ നമ്മൾ വേറെ 2 ടൂട്ടർ മേടിച്ചിട്ട് വയറെല്ലായി തന്നെ ഉണ്ട്. അപ്പോൾ വേറൊരു ടൂട്ടർ മേടിച്ചിട്ട് നമ്മൾ ആ ഒരു ഹോളൊക്കെ ഗ്യാപ്പ് എല്ലാം അടച്ച് ഒന്നുകൂടെ ഒന്ന് കുട്ടപ്പനാക്കും. സീറ്റിൽ ഇപ്പം കവറൊന്നും ചെയ്തിട്ടില്ല, സ്റ്റോക്കാണ്. പിന്നെ നമ്മൾ സീറ്റ് ബെൽറ്റിനകത്തൊരു സ്പാർക്കോടെ ഒരു റെഡ് ബെൽറ്റ് കണക്ക് ഒരു സംഭവം മേടിച്ചിട്ടിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഒരു സ്പോർട്ടി ലുക്ക് കിട്ടാനായിട്ടാണ്. നമ്മളിപ്പോൾ സീറ്റ് ബക്കിളിൽ ഒരു ചെസ്റ്റിൻ്റെ അവിടെ ഒരു സ്പോഞ്ച് കണക്കത്തൊരു സംഭവമാണ്. സീറ്റ് നമ്മളിവിടെ ബക്കിൾ ചെയ്ത് വെക്കാൻ നേരത്ത് ഈ ഒരു സംഭവം ഇങ്ങനെ കിടക്കും ഇവിടെ. അപ്പോൾ നല്ലൊരു ഏരിയയും. പിന്നെ മേലത്തെ സൺഫിലും മറ്റേ സൺഷെയ്ഡിൻ്റെ സംഭവമൊക്കെ നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, സ്വന്തമായിട്ട് ചെയ്താ. പിന്നെ ഈ ഒരു പില്ലറിൽ ഈ 2 പില്ലേഴ്സ്, പില്ലറും ഈ 2 പില്ലേഴ്സ് നമ്മൾ ഇതിന് മാച്ചിങ് ആവുന്ന രീതിയിലുള്ളൊരു മാറ്റ് ബ്ലാക്ക്. ഇത് വെറുതെ ടെസ്റ്റിന് ഉണ്ടെന്ന് അടിച്ചു നോക്കിയാണ്. പക്ഷെ സംഭവം സക്സസ് ആയതുകൊണ്ട് കയറ്റി വെച്ചാണ്. ഇവിടെ 2 മാറ്റ് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇതിനാ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ അടിച്ചാണ്. അപ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയറിൽ മെയിനായിട്ട് വരുത്തുന്ന ചേഞ്ചസ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനിയും കുറേ ചേഞ്ചസ് വരുത്തണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.